ഒരു സംഘടനയുടെ പ്രത്യേകത അത് ഉണ്ടാക്കിയ ആളുടെ പ്രത്യേകതയാണ്. അവിടെയാണ് നമ്മൾ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെ പഠിക്കേണ്ടി വരുന്നത്. സമസ്ത എന്ന് പറയുമ്പോൾ മുല്ലക്കോയ തങ്ങളെ പഠിക്കേണ്ടി വരുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഒരു സംഘടനയുടെ പ്രത്യേകത അത് ഉണ്ടാക്കിയ ആളെ പ്രത്യേകതയാണ്. സമസ്ത എന്ന് പറയുമ്പോൾ നമ്മള് വരക്കൽ മുല്ലക്കോയ തങ്ങളെ പഠിക്കേണ്ടി വരും. ആദ്യം മുല്ലക്കോയ തങ്ങളെ പ്രത്യേകത എന്താണോ അതാണ് സമസ്തയുടെയും പ്രത്യേകത. എന്താ മുല്ലക്കോയ തങ്ങളെ പ്രത്യേകത? മുല്ലക്കോയ തങ്ങൾ ഒന്ന് യമനിയാണ്, അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. രണ്ട് ആലിമും ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടിയ ആളാണ്. അപൂർവ ആൾക്കാരിലാണ് ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടാറുള്ളത്. അത്തിബറ്റ് ഉസ്താദ് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിത് കോയ തങ്ങൾ അസ്ഹരി എന്ന അസ്ഹരി തങ്ങൾ പാപ്പാന്റെ 1ാം ഉറൂസിന് വന്ന സമയത്ത് പ്രസംഗിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പ്രസംഗിച്ചത്? ഇൽമും സിയാദത്തും ഒരുമിച്ച് കൂടൽ അപൂർവം ആളുകളിലാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യരിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അയാളെ ഭയപ്പെടണം.